ആളുകൾ കുറച്ചധികം സ്വീറ്റായി സംസാരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ? ഇവരെന്തിനാണ് ഇത്രയൊക്കെ മധുരമായി സംസാരിക്കുന്നത് എന്ന് നമുക്ക് തന്നെ പലപ്പോഴും തോന്നാറുണ്ട്. അവർക്ക് എന്തോ മറച്ചു വയ്ക്കാനുണ്ട്, എന്തോ ഒളിക്കാനുള്ളത് കൊണ്ടാണ് അവർ ഇത്രയധികം മധുരമായി സംസാരിക്കുന്നത്. നമുക്കൊരു ഗിഫ്റ്റിനെ ഒരുപാട് ഡെക്കറേറ്റ് ചെയ്ത് പാക്ക് ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ്? നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഡയമണ്ട് ഗിഫ്റ്റായി നൽകുകയാണെങ്കിൽ അതിനെ ഒരുപാട് ഡെക്കറേറ്റായി പാക്ക് ചെയ്യില്ല, അല്ലേ? ഗിഫ്റ്റ് തന്നെ വളരെ വില പിടിച്ചതാണ്. പിന്നെ പാക്കിങ്ങിൽ എന്തിരിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുക. ഗിഫ്റ്റ് കണ്ടാൽ തന്നെ എല്ലാവർക്കും വളരെ സന്തോഷമാകും. പാക്കിംഗ് വളരെ വലുതാക്കി ആളുകളെ സന്തോഷിപ്പിക്കേണ്ട കാര്യമില്ല, അല്ലേ? ഗിഫ്റ്റ് വളരെ ചെറുതാണെങ്കിലാണ് നമ്മൾ അതിനെ വളരെ നന്നായി പാക്ക് ചെയ്യുകയും ഒരുപാട് ഡെക്കറേഷൻസ് നൽകുകയും ചെയ്യാറുള്ളത്. ഇന്ന് നമ്മുടെ ചിന്തകൾ അത്ര നല്ലതല്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നത് നല്ലതല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മധുരമായി സംസാരിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളെ മറച്ചു വയ്ക്കാനായി നമ്മൾ ചില സമയങ്ങളിൽ വളരെ വളരെ സ്വീറ്റായി സംസാരിക്കാറുണ്ട്. പക്ഷേ വൈബ്രേഷൻസ് എന്തായാലും അവരിലേക്ക് എത്തും, അല്ലേ? സന്തോഷമായിരിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും ഒരുപോലെയാക്കി വയ്ക്കുക എന്നത്. അകത്തും പുറത്തും ക്ലീൻ. കാരണം നമ്മുടെ എനർജി മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും, അല്ലേ? അതിലും പ്രധാനമായി ആ നെഗറ്റീവായ ചിന്തകൾ എൻ്റെ എനർജിയെ തന്നെയാണ് മോശമാക്കി മാറ്റുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ പറയുകയും ചെയ്യണം. ഇനി പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പാടില്ല. ഇറ്റ് ഈസ് നോട്ട് ഓക്കെ ടു തിങ്ക് ഇറ്റ് ആസ് വെൽ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ പരിവർത്തനം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തോട്ട് ലെവലിൽ ആദ്യം പരിവർത്തനം വരുത്തണം. ഉദാഹരണത്തിന്, എൻ്റെ വീട്ടിൽ ഒരാൾ വന്നു എന്ന് വിചാരിക്കുക. ഞാൻ എന്തെല്ലാമാണ് അവരെ പറ്റി ചിന്തിക്കുക? ഭക്ഷണം കഴിക്കേണ്ട സമയത്താണ് വന്നത്, പെട്ടെന്ന് തന്നെ പോയാൽ മതിയായിരുന്നു എന്നായിരിക്കും എൻ്റെ ചിന്ത. എന്നാൽ ഞാൻ പുറമേ പറയുന്നത് അതായിരിക്കില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്നാണ് ഞാൻ പറയുക. ഇവർ ഭക്ഷണം കഴിക്കാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ ഉള്ളിലുള്ളത്. എൻ്റെ മനസ്സിൽ ഇതേക്കുറിച്ച് ഒരു സംഘർഷമാണ് ആ സമയത്ത് നടക്കുന്നുണ്ടാവുക. ഇവരെന്താണ് പോകാത്തത്? നാളെ എനിക്ക് 8 മണിക്ക് ഓഫീസിൽ പോകേണ്ടതാണ് എന്നാണ് ഞാൻ ഉള്ളിൽ ചിന്തിക്കുന്നത്. എന്നാലും എത്ര ദിവസം കഴിഞ്ഞാണ് നമ്മൾ തമ്മിൽ കാണുന്നത്? ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്ന് തന്നെ ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ സമയത്ത് ഇത് കേൾക്കുന്ന ആൾക്ക് ഒരേ സമയം 2 SMS ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരിലേക്ക് 2 വൈബ്രേഷൻസ് എത്തിച്ചേരുന്നുണ്ട്. എൻ്റെ മനസ്സിലെ എനർജിയിൽ നിന്നുമുള്ള വൈബ്രേഷനും വാക്കുകളിലെ എനർജിയുടെ വൈബ്രേഷനും അവരിലേക്ക് എത്തിച്ചേരുന്നു. അവർ പോകാനായി എഴുന്നേൽക്കും. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് കരുതി ഇരിക്കുകയും ചെയ്യും. എഴുന്നേൽക്കും, ഇരിക്കും, പിന്നെയും എഴുന്നേൽക്കും, ഇരിക്കും. ശരിയല്ലേ? ഇങ്ങനെ സംഭവിക്കാറില്ലേ? കാരണം അവർക്ക് 2 എനർജികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം അവർ ഡിസൈഡ് ചെയ്യും, ശരി ഇരിക്കാം, ഭക്ഷണം കഴിച്ചിട്ട് തന്നെ പോകാം. അതിനുശേഷം നമ്മൾ എങ്ങനെയുള്ള എനർജികളാണ് അവരിലേക്ക് അയക്കുക? നമ്മൾ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കും. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അവരെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കാറുള്ളത് എന്നുകൂടി നോക്കണം. വേർഡ് ലെവലിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യത്തെ എന്തുകൊണ്ടാണ് തോട്ട് ലെവലിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയാത്തത്? ഒന്നാമതായി, ഇന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പ്ലാൻ തന്നെ ഇല്ല. എനിക്ക് ഡിന്നർ ഉണ്ടാക്കാനുള്ള മൂഡില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ല സുഖമില്ല. അതുമല്ലെങ്കിൽ ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്. വളരെ വിനയത്തോടെയും മധുരമായും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നമുക്ക് ഈ കാര്യം അവതരിപ്പിക്കാമായിരുന്നു. ഇന്ന് ഇങ്ങോട്ട് വന്നതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. നമുക്ക് അടുത്ത സൺഡേ ഒന്നിച്ച് ഡിന്നർ കഴിച്ചാലോ എന്ന് ചോദിക്കാമായിരുന്നു. സിമ്പിൾ. അതല്ല, ഇത് തുറന്നു പറയാനുള്ള ധൈര്യം നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് മാറ്റുകയാണ് വേണ്ടത്. തോട്ട് ലെവൽ ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ തോട്ട് ലെവലിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ പിന്നെ ഞാനൊരു 15 നിമിഷം അവർക്ക് വേണ്ടി ചെലവഴിച്ച് ഭക്ഷണം ഉണ്ടാക്കുകയല്ലേ നല്ലത് എന്ന് വിചാരിച്ചുകൂടെ? എന്നാൽ ഇതിനു പകരം നമ്മുടെ ചിന്തകളൊന്നും വാക്കുകൾ വേറൊന്നുമാണ്. അതിനാൽ നമ്മൾ സ്വയം
ഒരു സംഘർഷത്തിൽ അകപ്പെട്ട് നിൽക്കും. നമ്മളിൽ നിന്നും അവരിലേക്ക് റേഡിയേറ്റ് ആകുന്ന എനർജിയും സംഘർഷം നിറഞ്ഞതാവുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ ആ ബന്ധം എന്തായാലും നല്ല രീതിയിൽ നിലനിൽക്കില്ല. എന്തുകൊണ്ടാണ് ഇന്നല്ല അടുത്ത ഞായറാഴ്ച ഒന്നിച്ച് ഡിന്നർ കഴിക്കാമെന്ന് നമുക്ക് പറയാൻ സാധിക്കാത്തത്? എന്തെന്നാൽ നമ്മൾ വളരെ വലിയൊരു സോഷ്യൽ ടെൻഷനിലാണ് നിൽക്കുന്നത്. ആളുകൾ എന്തു പറയും എന്ന ടെൻഷൻ, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും. കാരണം നമ്മൾ അവരോട് വളരെ നന്നായി സംസാരിച്ചാൽ നമുക്ക് അവരുടെ ഒരു അക്സെപ്റ്റൻസ്, സ്വീകാര്യത ലഭിക്കുന്നു. അപ്പോഴാണ് നമുക്ക് സ്വയം നല്ലതായി തോന്നുന്നത്. നമുക്കൊരിക്കലും ആളുകളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. പറയൂ, നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ? നമുക്ക് അവനവനെ പോലും സന്തോഷിപ്പിച്ച് നിർത്താൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുവരെ നമുക്ക് ഒരു ആത്മാവിനെ സന്തോഷിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് നമ്മൾ മറ്റുള്ളവരെയെല്ലാം സന്തോഷിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. ഇസ് ഇറ്റ് പോസിബിൾ? വി കനോട്ട് മേക്ക് എനിവൺ എൽസ് ഹാപ്പി. നമുക്ക് മറ്റാരെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ല. നമുക്കൊരു കാര്യം മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. നമുക്ക് സ്വയം സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും. നമ്മൾ സന്തോഷമായി ഇരുന്നാൽ നമ്മുടെ സന്തോഷത്തിൻ്റെ വൈബ്രേഷൻസ് മറ്റുള്ളവരിലേക്കും റേഡിയേറ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലും ഇമ്പോർട്ടൻ്റായി നമ്മൾ സ്വയം സന്തോഷിക്കാതെ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നന്നായി നടക്കില്ല. നമുക്ക് എല്ലാവരുടെയും അംഗീകാരവും പ്രശംസയുമൊക്കെ ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് സാധ്യമാണോ? ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താൽ വളരെ മോശമായി തോന്നുന്നു എന്ന് നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നു. ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? അവർ വന്ന് അവരുടെ ഒരു അഭിപ്രായം പറയുന്നു. ഉദാഹരണത്തിന് ഞാൻ താങ്കളോട് പറയുകയാണ്, എനിക്ക് താങ്കൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് തീരെ ഇഷ്ടമായില്ല. ഇസ് ഇറ്റ് ഓക്കെ? താങ്കൾ ഓക്കെ എന്നാണ് മറുപടി പറയുന്നതെങ്കിൽ ഇന്ന് മുഴുവൻ ദിവസവും താങ്കൾക്ക് ഇതുപോലെയുള്ള പല കാര്യങ്ങളും കേൾക്കേണ്ടി വരും. പറയൂ, എനിക്ക് നിങ്ങളുടെ ഈ ഡ്രസ്സ് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നത് ഓക്കെയാണോ? ഓക്കെയാണ്. പക്ഷേ നോക്കൂ, മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഡ്രസ്സ് ഇഷ്ടമാകണമെന്നില്ല, അതറിയാം. പക്ഷേ അല്ലേ, ഇങ്ങനെ നമ്മൾ പറയുന്നു. ശരിയാണ്. പക്ഷേ അത് പറയുന്ന രീതി നമ്മൾ നോക്കണം. ഇതാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? നമുക്കത് വളരെ നല്ല രീതിയിൽ അവരോട് പറയാനാവും. ഒരുപാട് മധുരമായി പറയണമെന്നില്ല, എന്നാലും നോർമലായ രീതിയിൽ കാര്യം പറയാം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാറുള്ളത്? ആളുകൾക്ക് നിങ്ങളുടെ ഡ്രസ്സ് ഇഷ്ടമാകുന്നില്ല, എന്നാലും അവർ നിങ്ങളുടെ അടുത്ത് വരുന്നു. എന്നിട്ട് വളരെ നല്ല ഡ്രസ്സാണ്, ഇതിൽ നിങ്ങൾ വളരെ സുന്ദരിയായിരിക്കുന്നു എന്ന് പ്രശംസിക്കുന്നു. അവർ പറയുന്ന വാക്കുകളിലെ അസത്യം മറച്ചു വയ്ക്കാനായി അവർ കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. എവിടെ നിന്നാണ് ഇത് വാങ്ങിയത്? നിങ്ങളുടെ ചോയ്സ് വളരെ നല്ലതാണ്. അടുത്ത തവണ പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകണം. എൻ്റെ ഡ്രസ്സ് കൂടി നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് തരണം. ഉള്ളിൽ വളരെ വലിയ സംഘർഷം നടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാരണം നമുക്ക് നമ്മുടെ ഉള്ളിലെ ചിന്തയെ ഒന്ന് പിടിച്ചു നിർത്തണം. അതുകൊണ്ടാണ് ആളുകൾ എക്സ്ട്രാ സ്വീറ്റായി മാറുന്നത്. താങ്കൾ ഡ്രസ്സ് വാങ്ങാൻ പോയപ്പോൾ ആരെയാണ് കൂടെ കൊണ്ടുപോയത്? നമ്മുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെയാണ് കൂടെ കൊണ്ടുപോകാറുള്ളത്? എങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാനായി കൂടെ കൊണ്ടുപോകാറുള്ളത്? ആരുടെ അക്സെപ്റ്റൻസ് ആണോ നമുക്ക് പ്രധാനമായി തോന്നുന്നത്, നമ്മൾ അങ്ങനെയുള്ള ആളുകളെയാണ് കൂടെ കൊണ്ടുപോകാറുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും ഒരു ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകേണ്ടി വരും. കാരണം നമ്മൾ ഡ്രസ്സ് അവരുടെ കൂടി അഭിപ്രായ പ്രകാരം വാങ്ങുന്നു. അതിനുശേഷം നമ്മൾ എപ്പോഴെല്ലാം ആ ഡ്രസ്സ് ധരിക്കുന്നുവോ അപ്പോഴെല്ലാം ഈ ഡ്രസ്സ് വളരെ നന്നായിട്ടുണ്ട് എന്ന് അവരെല്ലാവരും പറയുകയും വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് മറ്റെല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അല്പസമയം മുമ്പാണ് നിങ്ങൾ എൻ്റെ വൈറ്റ് സാരി റിജക്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമോ
നിങ്ങൾക്ക് ചുറ്റുമുള്ള 650 കോടി ആളുകളും ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഇതെങ്ങനെ സാധിക്കും? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? എന്നിട്ട് അവരെന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്തില്ല. അവർ അവരുടെ അഭിപ്രായം തുറന്നു പറയുക മാത്രമാണ് ചെയ്തത്. നമ്മൾ അതിനെ വളരെ കാര്യമായി പേഴ്സണലായി എടുക്കുന്നു. ഞാൻ എൻ്റെ സംസ്കാരങ്ങൾക്കനുസരിച്ച് എൻ്റെ അഭിപ്രായം തുറന്നു പറയുന്നു. അത് ഒരു ഡ്രസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും സിറ്റുവേഷനെ കുറിച്ചോ ആകാം. നിങ്ങളുടെ ഏത് തീരുമാനങ്ങളെക്കുറിച്ചും ഞാൻ അഭിപ്രായം പറഞ്ഞേക്കാം. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതല്ല. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെക്കുന്നത്. ഇതൊന്നും ഒരിക്കലും സാധ്യമായ കാര്യങ്ങളല്ല. ഇനി നമുക്ക് 4 പേരുടെ അംഗീകാരം ലഭിച്ചാൽ പോലും മറ്റെവിടെ നിന്നെങ്കിലും വേറെ 2 പേർ വേറെ എന്തെങ്കിലും പറയാൻ റെഡിയായി നിൽക്കുന്നുണ്ടാവും. ഇത് ശരിയല്ല എന്നവർ പറയും. എല്ലാവരുടെയും അംഗീകാരം ലഭിക്കുക എന്നത് പോസിബിൾ അല്ല. എന്തുകൊണ്ടാണ് ഇത് പോസിബിൾ അല്ല എന്ന് പറയുന്നത്? എന്തെന്നാൽ ഓരോ ആത്മാക്കളും വളരെ നീണ്ട യാത്രയിലൂടെ സഞ്ചരിച്ച് വ്യത്യസ്തമായ സംസ്കാരങ്ങളും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതിനാൽ ഒരാൾക്ക് ശരിയാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ശരിയായി തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സ്വീകാര്യത ലഭിക്കുക എന്നത് സാധ്യമായ കാര്യവുമല്ല. ആളുകൾ എന്തു പറയും എന്ന് വിചാരിക്കുന്ന ഈ ഒരു അസുഖത്തിൽ നിന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് അവനവനെ മുക്തമാക്കണം. എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവനവൻ്റെയും സ്വന്തം കുടുംബത്തിൻ്റെയും സ്വസ്ഥതയ്ക്ക് വേണ്ടി ചെയ്യണം. നമുക്ക് എന്താണ് ശരി എന്ന് തോന്നുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കർമ്മങ്ങൾ കാരണം മറ്റൊരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക എന്നത് ശരിയായ കാര്യമല്ല. എന്നാൽ നമ്മുടെ കർമ്മങ്ങളെ മുഴുവൻ ലോകവും സ്വീകരിക്കണം, പ്രശംസിക്കണം എന്നൊക്കെ കരുതുന്നത് നമ്മുടെ ഉള്ളിലെ വളരെ വലിയ ഭാരമാണ്. ഒരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്ന് നോക്കണം. ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ഇത് വാങ്ങിയാൽ എല്ലാവരും എന്തു പറയും എന്ന് ചിന്തിക്കുന്നു. ഇപ്പോഴും 1000 രൂപയുടെ നോക്കിയ ഫോണാണോ യൂസ് ചെയ്യുന്നത്? ഇങ്ങനെ പറയാറില്ലേ? ഫോൺ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഫോണിനെ നമ്മുടെ സ്റ്റാറ്റസ് സിമ്പിളാക്കി മാറ്റിയിരിക്കുന്നു. ഒരിക്കൽ ഞാനൊരു കടക്കാരനോട് ഇവിടെ നിന്നും വാങ്ങിയ ബാറ്ററിയിൽ ചാർജ് തീരെ നിൽക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അയാൾ മറുപടി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഏറ്റവും ആദ്യത്തെ നോക്കിയ ഫോണിൻ്റെ ബാറ്ററി ഇല്ലേ, അത് ഏറ്റവും നല്ല ബാറ്ററി ആയിരുന്നു. ഇങ്ങനെയാണ് അയാൾ പറഞ്ഞത്. നമ്മൾ വളരെ നല്ല സാധനങ്ങളെ വേണ്ടെന്ന് വെക്കുകയും പുതിയ കാര്യങ്ങളെ സ്വീകരിക്കുകയും ചെയ്യാൻ തുടങ്ങി. അന്നത്തെ കാലത്ത് നമ്മുടെ മുന്നിൽ ഇതൊരു വളരെ വലിയ കാര്യമായാണ് നിന്നിരുന്നത്. അവരുടെ കയ്യിലുണ്ട്, ഇവരുടെയും കയ്യിലുണ്ട്. എൻ്റെ കയ്യിലില്ലെങ്കിൽ എല്ലാവരും എന്തു വിചാരിക്കും? ഞാൻ എൻ്റെ ജീവിതം എൻ്റെ സൗകര്യം അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. എനിക്കെന്താണോ ശരിയെന്ന് തോന്നുന്നത് അതാണ് ഞാൻ ചെയ്യേണ്ടത്. ഇങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സംസ്കാരങ്ങൾക്ക് വിപരീതമായി നിൽക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ തുടങ്ങും. ദെൻ വി കാൺട്ട് ബി ഹാപ്പി. വി കാൺട്ട് ബി ഹാപ്പി. ഒരിക്കൽ ഞങ്ങളുടെ സെൻറ്ററിലേക്ക് ഒരു സഹോദരി വന്നു. അവരുടെ 10 വയസ്സുള്ള മകൻ അടുത്തിടെ ശരീരം ഉപേക്ഷിച്ചു പോയിരുന്നു. അവർക്ക് 12 വയസ്സും 14 വയസ്സും പ്രായമുള്ള 2 പെൺമക്കൾ കൂടി ഉണ്ടായിരുന്നു. ഒരു കുട്ടി ശരീരം ഉപേക്ഷിക്കുമ്പോൾ വീടിൻ്റെ അന്തരീക്ഷം എന്തായാലും വളരെ വിഷമം നിറഞ്ഞതായി മാറും, അല്ലേ? എന്നാൽ 6 മാസം കഴിഞ്ഞിട്ടും ആ വീടിൻ്റെ അന്തരീക്ഷം സങ്കടം നിറഞ്ഞതായി തന്നെ തുടരുകയാണ് ചെയ്തത്. ആ സഹോദരി പറഞ്ഞു, എൻ്റെ കുട്ടികൾക്ക് പുറത്തേക്ക് പോകണം, സിനിമ കാണണം എന്നൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞു, അതിനെന്താ, അവരെ കൊണ്ടുപോകൂ. അവർ വളരെ ചെറിയ കുട്ടികളല്ലേ. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തു കൊടുക്കൂ. അവർ പറഞ്ഞു, എൻ്റെ മകൾ ഇനി ഡിപ്രഷനിലേക്ക് പോകുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവരോട് വീണ്ടും പറഞ്ഞു, അവർ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകൂ, അതാണ് നല്ലത്. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞങ്ങൾ ഒരു വളരെ ചെറിയ ടൗണിലാണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ കുട്ടികളെയും കൊണ്ട് സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ
പുറമേക്ക് പോവുകയാണെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്ത് പറയും? ഇത് വളരെ വലിയ ഒരു അസുഖമാണ്. ഈ കാലത്ത് ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം സഹിക്കവയ്യാതെ മാതാപിതാക്കൾ കുട്ടികളെ കൊല്ലുന്ന സാഹചര്യം പോലും നിലനിൽക്കുന്നുണ്ട്. ഈ രോഗം ആ ലെവൽ വരെ എത്താനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സ്വന്തം കുട്ടികളെ അവർക്ക് ഇഷ്ടമുള്ള കരിയർ ചൂസ് ചെയ്യാൻ പോലും അനുവദിക്കുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിവാഹബന്ധം ചൂസ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നില്ല. ബന്ധുക്കൾ എന്തു പറയും? കുടുംബത്തിലുള്ളവരെ എന്തു പറഞ്ഞു മനസ്സിലാക്കും? മറ്റുള്ളവർ എന്തു പറയും? എന്ന ഒരൊറ്റ കാരണം മാത്രമേ ഇതിനൊക്കെയുള്ളൂ. ജീവിതം അവരുടേതാണ്. കർമ്മ അവരുടെ മാത്രമാണ്. കംഫർട്ട് ലെവൽ അവരുടെയും നമ്മുടെ ഫാമിലിയുടെയും മാത്രമാണ്. നമ്മൾ കുട്ടികളെ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആളുകൾ എന്തു പറയും എന്ന് വിചാരിച്ചിരുന്നാൽ അതിലൊരു അർത്ഥവുമില്ല. ഞാൻ ആ സഹോദരിയോട് അന്ന് ഒരു കാര്യം പറഞ്ഞു. ഈ ടൗണിനെ 2 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൊണ്ട് സിനിമ കാണാൻ പോയാൽ ടൗണിൻ്റെ പകുതി ഭാഗം ആളുകളും പറയും, നോക്കൂ, അവരുടെ മകൻ ശരീരം ഉപേക്ഷിച്ചു, എന്നാൽ ഇവർ സിനിമയ്ക്ക് പോകുന്നു. ടൗണിലെ പകുതി ഭാഗം ആളുകളും ഇതാണ് പറയുക. മറ്റേ പകുതിയിലെ ആളുകൾ പറയും, മകൾ വീട്ടിലിരുന്ന് ആകെ അസുഖം ബാധിച്ചിരിക്കുകയാണ്, ആ കുട്ടിയെ ഇവരൊന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പോലുമില്ല. ഇനി പറയൂ, നിങ്ങൾ ഈ 2 ഭാഗങ്ങളിൽ ഏത് ഭാഗം പറയുന്നത് അനുസരിക്കാനാണ് ആഗ്രഹിക്കുന്നത്? എന്താണ് അവനവനും സ്വന്തം കുടുംബത്തിനും നല്ലത്, അത് ചെയ്യുന്നതാണ് ഏറ്റവും മികച്ച തീരുമാനം. അല്ലെങ്കിൽ നമ്മൾ ആളുകളുടെ സ്വീകാര്യതയെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങും. കാരണം അതാണ് നമ്മുടെ ഫീൽ ഗുഡ് ഫാക്ടർ. അപ്പോൾ മാത്രമേ നമുക്ക് ഞാൻ വളരെ നല്ല ആളാണ് എന്ന ഫീൽ കിട്ടുള്ളൂ. ആളുകൾ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, ഐ ഫീൽ ഗുഡ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ആളുകൾ വളരെ അസത്യമായ രീതിയിലാണ് നമ്മളെ പ്രശംസിക്കുന്നത്. നമ്മളാണെങ്കിൽ ആളുകൾ പറയുന്ന നുണ കേട്ട് അവയെ നമുക്ക് സുഖം നൽകുന്ന ഒരു പ്രേരക ശക്തി പോലെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ ജീവിതം എവിടെ നിന്നും എവിടെ എത്തുമെന്നൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കൂ. എനിക്ക് ഈ സഹോദരിയുടെ ഡ്രസ്സ് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ടും ഞാൻ അവരുടെ അടുത്ത് ചെന്ന് എനിക്ക് ഈ ഡ്രസ്സ് വളരെ ഇഷ്ടമായി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് ഒരു നുണയല്ലേ പറയുന്നത്? അവർ ഞാൻ പറയുന്ന നുണ കേൾക്കുന്നു, എന്നിട്ട് സന്തോഷിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്ക് വളരെ സുഖം ഫീൽ ചെയ്യുന്നത് പോലും മറ്റുള്ളവരുടെ നുണയെ ആശ്രയിച്ചിരിക്കുന്നു. ഇതല്ലേ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? നമ്മൾ മറ്റുള്ളവരുടെ നുണ കേട്ടാണ് സന്തോഷിക്കുന്നത്. ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ സന്തോഷമാണ് ഫ്ലക്ച്വേറ്റഡ് ആകുന്നത്. ഇങ്ങനെ മറ്റുള്ളവർ പറയുന്ന നുണ കേട്ട് സന്തോഷിക്കാൻ തുടങ്ങിയാൽ വേറെ ചിലർ നമ്മളോട് സത്യം പറഞ്ഞാൽ പോലും നമുക്കത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവരും സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ. എന്തെന്നാൽ ഓരോ ആത്മാക്കൾക്കും വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളാണ് ഉള്ളത്. എനിക്ക് ചുറ്റുമുള്ളവർ എല്ലാവരും വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ ഉള്ളവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ആ സത്യത്തെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വളരെ സ്റ്റേബിളായി മാറും. പിന്നെ എന്നെ ആർക്കും തന്നെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ല. ആളുകൾക്ക് അവരെന്താണോ ചിന്തിക്കുന്നത് അതേക്കുറിച്ച് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഞാൻ കറുത്ത നിറത്തിലുള്ള കണ്ണടയാണ് വെക്കുന്നതെങ്കിൽ എനിക്ക് ഇവർ ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് എന്നാണ് തോന്നുക. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്നാൽ നമുക്ക് എന്താണ് തോന്നുക? ഇവർ കറുത്ത ഡ്രസ്സ് ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നാണ് എനിക്ക് തോന്നുക. ഞാൻ എന്താണോ പറയുന്നത് അത് ചുറ്റുമുള്ളവരും പറയുകയില്ലേ എന്ന് നമുക്കും തോന്നാറുണ്ട്. എനിക്ക് ഇവരിട്ടിരിക്കുന്ന ഡ്രസ്സ് കറുത്ത നിറത്തിലാണ് എന്ന് തോന്നുകയും ഞാനത് നിങ്ങളോട് പറയുകയും ചെയ്യുകയാണെങ്കിൽ അല്പസമയത്തിന് ശേഷം നിങ്ങൾക്ക് ഇവരുടെ ഡ്രസ്സ് ഏത് കളറിലുള്ളതാണ് എന്നാണ് തോന്നുക. യഥാർത്ഥത്തിൽ അവർ വൈറ്റ് കളർ ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത്. എന്നാൽ എനിക്ക് അവർ ബ്ലാക്ക് ഇട്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. എൻ്റെ സംസ്കാരങ്ങളുടെ ലെൻസ് ബ്ലാക്കാണ്.
ബ്ലാക്ക് ആണ് എന്ന് വെച്ചാൽ എൻ്റെ സംസ്കാരങ്ങൾ വേറെയാണ് എന്നാണ് അർത്ഥം. അത് ഏത് സംസ്കാരങ്ങളും ആകാം. എൻ്റെ ഉള്ളിൽ വിമർശനത്തിൻ്റെ ഒരു സംസ്കാരമാണ് ഉള്ളതെങ്കിൽ ഞാൻ മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടിരിക്കും. അസൂയയുടെ സംസ്കാരമാണ് എൻ്റെ ഉള്ളിൽ ഉള്ളതെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയും. അവർ ബ്ലാക്ക് കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അവരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവർ ഏത് കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതായാണ് കാണുക? ഞാൻ ഒരുപാട് തവണ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ബ്ലാക്ക് ആണ്, അവരത് ചെയ്തു, അവർ ഇത് ചെയ്തു, അവരങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് അവർ ഏത് കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതായിട്ടാണ് തോന്നുക? അവരെങ്ങനെയാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുക? നിങ്ങളിൽ എത്ര പേർക്കാണ് അവർ ബ്ലാക്ക് തന്നെയാണ് എന്ന് തോന്നുക? അങ്ങനെയല്ല, വൈറ്റ് കളർ ഡ്രസ്സാണ് ഇവർ ഇട്ടിരിക്കുന്നത് എന്ന് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? അതോ ഇനി മറ്റു വല്ല കളറുകളും നിങ്ങൾക്ക് കാണാനാകുമോ? നിങ്ങൾക്ക് അവർ ബ്ലാക്ക് കളർ ഡ്രസ്സാണോ ഇട്ടിരിക്കുന്നത് അതോ വൈറ്റ് ആണോ ഇട്ടിരിക്കുന്നത് എന്നല്ല, നിങ്ങൾ ഏത് കളറിലുള്ള സംസ്കാരത്തിൻ്റെ ലെൻസാണോ ധരിച്ചിരിക്കുന്നത് ആ കളറിലുള്ള ഡ്രസ്സാണ് അവർ ഇട്ടിരിക്കുന്നത് എന്നാണ് തോന്നുക. ഇതുകൊണ്ടാണ് ആളുകളുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കുന്നത് വളരെ റിസ്കിയാണ് എന്ന് പറയുന്നത്. ഇവർ എൻ്റെ കുർത്തയുടെ കളർ എന്താണ് എന്ന് 4 പേരോട് ചോദിച്ചാൽ അവർ 4 കളറായിരിക്കും ഉത്തരമായി പറയുക. കാരണം അവർക്ക് ഓരോരുത്തർക്കും അവരുടെ സംസ്കാരങ്ങൾ അനുസരിച്ചേ ഇവരെ കാണാൻ കഴിയും. ആളുകൾ നമ്മളെക്കുറിച്ച് എന്താണോ പറയുന്നത് അതും ഇതുപോലെ തന്നെയാണ്. അവർ അവരുടെ സംസ്കാരങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. ഉദാഹരണത്തിന്, എനിക്ക് എല്ലാവരെയും സംശയിക്കുന്ന ഒരു സംസ്കാരമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ എത്ര തന്നെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുകയാണെങ്കിലും ഞാൻ എന്താണ് പറയുക? ശരിക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന സംശയമാണ്. ഇക്കാര്യത്തിൽ ഇവർക്ക് മറ്റു വല്ല ഉദ്ദേശങ്ങളും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ഇത്ര വൈകിയിട്ടും ഇരുന്ന് ജോലി ചെയ്യുന്നത്. കാരണം എന്നിൽ സംശയിക്കുന്ന സംസ്കാരമാണ് ഉള്ളത്. പക്ഷേ ഞാൻ ഇത് ആരോടാണോ പറയുന്നത് അവർക്കിത് കേട്ടാൽ വല്ലാതെ വിഷമമാകും. അവർ പറയും, ഇവരെന്നെ ഇൻസൾട്ട് ചെയ്തു. ഞാൻ ഇത്ര ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുകയാണ്, എന്നിട്ടും ഇവരെന്നെ സംശയിക്കുന്നു. ഞാൻ ഇവരെ ഇൻസൾട്ട് ചെയ്യുകയല്ല ചെയ്തത്. ഞാൻ എൻ്റെ സംസ്കാരം അനുസരിച്ച് ഇവരോട് പെരുമാറുക മാത്രമാണ് ചെയ്തത്. ഇനി നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു ഫോർമുലയുണ്ട്. ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ചല്ല പറയുന്നത്. അവർ ആരെക്കുറിച്ചായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സത്യത്തിൽ അവർ സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. They are only telling us about their personality. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിലും ഇൻസൾട്ട് ചെയ്തു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിലും അവർ യഥാർത്ഥത്തിൽ ആരെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത്? എൻ്റെ ഉള്ളിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന സംസ്കാരമാണ് ഉള്ളതെങ്കിൽ ഞാൻ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യും. ഇതിലൂടെ ഞാൻ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സംസ്കാരത്തിനെ ഇങ്ങനെ ചുറ്റുമുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുകയാണ്, അഥവാ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, എൻ്റെ പക്കൽ ഈ ഒരു സംസ്കാരമാണ് ഉള്ളത്. ഇത് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ആത്മാക്കളുടെ പെരുമാറ്റത്തിൽ നമ്മൾ വിഷമിക്കുകയല്ല വേണ്ടത്. ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്താണ് നൽകേണ്ടത്? ദയ, സ്നേഹം, സഹാനുഭൂതി, ഇതെല്ലാമാണ് നമ്മൾ ഇവർക്ക് നൽകേണ്ടത്. ഈ ആത്മാവിൻ്റെ ഈ ഒരു സംസ്കാരം ഹീലാകട്ടെ. സിമ്പിളല്ലേ? ഇന്ന് നമുക്ക് ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ട്. നമുക്കവയെ ഒന്നുകൂടി നോക്കാം. ഓരോ ആത്മാക്കളെയും അവരെങ്ങനെയാണോ അതേപടി സ്വീകരിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ അതേപടി അവരെ അംഗീകരിക്കണമെന്ന് പറയുന്നത്? കാരണം ഓരോ ആത്മാവും തൻ്റെ നീണ്ട യാത്രയിലൂടെ അനേകം സംസ്കാരങ്ങളും അനേകം കർമ്മ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും ആ സംസ്കാരങ്ങളുടെ കണ്ണിലൂടെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇതിനെയാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓരോരുത്തരും അവരവരുടെ ദൃഷ്ടികോണിൽ ശരിയാണ്. വി ആർ ഓൾ ഡിഫറെൻറ്റ് ബട്ട് നോട്ട് റോങ്. നിങ്ങളും ഞാനും വ്യത്യസ്തരാണ്, എന്നാൽ
നമ്മളിൽ ആരും റോങ് അല്ല. വീട്ടിൽ ഓരോ ദിവസവും പല പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഇരുന്ന് സംസാരിക്കും. അവരോട് പറയൂ, നിങ്ങൾ എന്നിൽ നിന്നും വ്യത്യസ്തനാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ എൻ്റെ അഭിപ്രായം ഇതാണ്. എന്നാൽ ഒരിക്കലും ആരോടും നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയരുത്. വ്യത്യസ്തമാണ് എന്ന് പറയുന്നതും തെറ്റാണ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. വ്യത്യസ്തമാണ് എന്ന് പറയുന്നതും തെറ്റാണ് എന്ന് പറയുന്നതും ബഹുമാനിക്കുന്നതും അപമാനിക്കുന്നതും പോലെയുള്ള വ്യത്യാസമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ആത്മാവിനെയും അപമാനിക്കരുത്, ഡിസ്റെസ്പെക്റ്റ് ചെയ്യരുത്. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ കൗൺസിലേഴ്സായി മാറണം. അവർ പറയുന്ന സത്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെ റെഡിയാണെങ്കിൽ പിന്നെ ആദ്യം ശ്രദ്ധ നൽകേണ്ടത് വൈകാരികമായ ആരോഗ്യത്തിനാണ്. ആദ്യം അവനവൻ്റെ വൈകാരിക ആരോഗ്യത്തിന് ശ്രദ്ധ കൊടുക്കണം. അവരെത്ര വലിയ തെറ്റ് ചെയ്യുന്നുവോ അവർക്ക് അതിലും അധികം സ്നേഹം നമ്മൾ നൽകണം. ഇനി ആളുകളും സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായി നിൽക്കുന്നില്ല എങ്കിലും അത് ഓക്കെയാണ് എന്ന് തന്നെ കരുതണം. കർമ്മനിയമങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം ശരിയാണ്. ഇക്കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ വളരെ നല്ലതായി തോന്നും. ഇതെല്ലാം ചെയ്യണം, ഇതെല്ലാം ചെയ്തേ പറ്റൂ, ഇത് ചെയ്യണമെന്ന് തന്നെയാണ് നമുക്ക് തോന്നാറുള്ളത്. ഇന്ന് വീട്ടിലേക്ക് പോയതിനു ശേഷം നമ്മൾ ഇതെല്ലാം ഒന്ന് ചെയ്യാൻ തുടങ്ങണം. അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക്, അതായത് ഞായറാഴ്ച മുഴുവനും ഏത് സാഹചര്യം മുന്നിൽ വന്നാലും ആളുകൾ ഏത് രീതിയിൽ പെരുമാറിയാലും ഇന്ന് ഒരൊറ്റ ദിവസം മാത്രം അവനവനിൽ അബ്സല്യൂട്ട് അറ്റൻഷൻ വയ്ക്കണം. അത്രയധികം അറ്റൻഷൻ അവനവൻ്റെ മേൽ വെച്ചുകൊണ്ട് നമ്മൾ ശാന്തവും സ്റ്റേബിളുമായി ഇരിക്കണം. ഇന്നൊരു ദിവസം ഡിസ്റ്റർബ്ഡ് ആവുന്നത് എനിക്ക് അനുവദനീയമായ കാര്യമല്ല എന്നൊരു ശ്രദ്ധ വയ്ക്കണം. ഇന്നൊരു വ്രതം എടുക്കുന്നത് പോലെ ഇതിനെ എടുത്തു നോക്കണം. ഇന്ന് വ്രതമാണ്. ഇന്ന് എന്ത് തന്നെ സംഭവിച്ചാലും ഒട്ടും ദേഷ്യപ്പെടാൻ പാടില്ല. കാരണം ദേഷ്യപ്പെടുന്നതിലൂടെ എൻ്റെ BP ആണ് വർദ്ധിക്കുന്നത്. ദേഷ്യം എന്ന ഒരൊറ്റ സംസ്കാരത്തെ മാത്രം തിരഞ്ഞെടുത്ത് നമുക്കതിനെ വേരോടെ ഇല്ലാതാക്കാൻ കഴിയും. ഒരു ചാർട്ട് വയ്ക്കണം. അതിനായി നമ്മുടെ ഫോൺ തന്നെ ഉപയോഗിക്കാം. ഫോണിൽ നോട്ട് പാഡ് എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഓരോ തവണ എഴുതുമ്പോഴും നോട്ട് പാഡിൽ നോട്ട് ചെയ്യുക. ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടു, എനിക്ക് ആ സമയത്ത് മറ്റൊരു രീതിയിൽ പ്രതികരിക്കാമായിരുന്നു, വേറൊരു രീതിയിൽ പ്രതികരിക്കാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. സ്വന്തം പ്രോഗ്രാമിങ്ങിനെ ഇങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. എന്തെന്നാൽ ദേഷ്യം നമുക്കാണ് അസുഖങ്ങളും വേദനയും നൽകുന്നത്. ദേഷ്യത്തിന് സന്തോഷത്തിനും ഒരിക്കലും ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല. ഒരു കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ഉപ്പും പഞ്ചസാരയും രണ്ടും ഇടാറില്ലല്ലോ. ഏതെങ്കിലും ഒരു കാര്യത്തെ, അതായത് ദേഷ്യത്തെ നമ്മൾ പൂർണ്ണമായും പിറകിലേക്ക് മാറ്റിവെക്കുക തന്നെ വേണം. നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള കാര്യത്തിന് നമ്മൾ മുൻഗണന നൽകണം. നമ്മൾ എത്രത്തോളം പരമാത്മാവിൽ നിന്നും ലഭിക്കുന്ന ജ്ഞാനത്തെ നമ്മുടെ ഉള്ളിൽ നിറച്ചുകൊണ്ടിരിക്കുകയും ഭഗവാനുമായി കണക്റ്റഡായി എല്ലാ ദിവസവും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുകയും ദിവസവും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആത്മാവിൻ്റെ ബാറ്ററി ചാർജ്ഡ് ആവാൻ തുടങ്ങുന്നു. വെറുതെ മെഡിറ്റേഷൻ പഠിച്ചാൽ മാത്രം പോരാ, ദിവസവും പ്രാക്ടീസ് ചെയ്യുകയും വേണം. നമ്മൾ പവർ ഹൗസുമായി കണക്റ്റഡ് ആവുമ്പോൾ ബാറ്ററി ചാർജ്ഡ് ആവാൻ തുടങ്ങുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ആളുകളിൽ നിന്നും യാചിക്കുന്നതിന് പകരം ദാതാക്കളായി മാറുന്നു. നമ്മൾ എല്ലാവർക്കും നൽകുന്നവരായി മാറുന്നു. നമ്മൾ ദാതാവിൻ്റെ മക്കളാണ്. നമ്മൾ ദേവതകളുടെ വംശത്തിലുള്ളവരാണ്. നമ്മുടെ സ്വഭാവം തന്നെ നൽകുന്നതാണ്. ഇന്ന് നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്നും വിപരീതമായാണ് നിൽക്കുന്നത്. നൽകുന്നതിന് പകരം കിട്ടണം, ലഭിക്കണം എന്നൊരു മട്ടിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോഴാണ് ആത്മാവിന് ഉള്ളിൽ ഒരു സഫോക്കേഷൻ, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത്. കാരണം ആത്മാവ് തൻ്റെ ഒറിജിനലായ സ്വഭാവത്തിൽ നിന്നും അകന്നുപോയിരിക്കുന്നു. പരമാത്മാവുമായി കണക്റ്റഡ് ആവുന്നതോടെ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് അനുഭവിക്കാൻ തുടങ്ങുന്നു. അതിലൂടെ തന്നെ നമ്മുടെ ബാറ്ററി ചാർജ്ഡ് ആവുന്നു. ഒപ്പം മുഴുവൻ വീട്ടിലും മാറ്റങ്ങൾ കാണാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഓരോ വീട്ടിലും ഒരു ആത്മാവെങ്കിലും സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറായാൽ, സ്വയം ചാർജ്ഡ് ആവാനുള്ള
റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറായാൽ അതിലൂടെ തന്നെ വീട്ടിലുള്ള മറ്റെല്ലാവരും ചാർജ്ഡായി മാറും. എവ്രി വൺ എൽസ് വിൽ ഗെറ്റ് ചാർജ്ഡ്. നമ്മളൊരു ഡിസ്ചാർജ്ഡ് ബാറ്ററിയുമായി ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? നമ്മൾ അവനവനെ ഒരു ഡിസ്ചാർജ്ഡ് ആയ ബാറ്ററിയുമായി കണക്റ്റഡ് ആക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇറ്റ് ഗെറ്റ്സ് ഡിസ്ചാർജ്ഡ്. അത് തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ സംഭവിക്കുന്നത്. വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്ഥിതി ഡിസ്ചാർജ്ഡ് ആയ മട്ടിലാണ് ഉണ്ടാവുക. ഡിസ്ചാർജ്ഡ് ആയ ഈ അവസ്ഥയിലാണ് നമ്മൾ പരസ്പരം കണക്റ്റഡ് ആവുന്നത്. അതോടെ കുറച്ചെന്തെങ്കിലും ചാർജ് നമ്മളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലും അതും ഇല്ലാതാകുന്നു. എന്നിട്ട് നമ്മൾ എന്താണ് പറയാറുള്ളത്? അവർ വീട്ടിലേക്ക് വന്നാലുടനെ വീടിൻ്റെ അന്തരീക്ഷമേ ആകെ മോശമാകുന്നു. ഒരു ഡോക്ടർ സെൻറ്ററിലേക്ക് വരാറുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, മുൻപൊക്കെ ഞാൻ വീട്ടിലേക്ക് കടക്കുന്ന ശബ്ദം കേട്ടാൽ തന്നെ കുട്ടികൾ സ്വന്തം മുറികളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകുമായിരുന്നു. ദേ ഡോണ്ട് ഫീൽ ലൈക്ക് മീറ്റിംഗ് അസ്. ഇവരുടെ എനർജി നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മുടെ മാനസികാവസ്ഥ മോശമാവുമല്ലോ എന്ന ചിന്തയാണ് അവർക്കുണ്ടാവുക. എന്നാൽ ഇന്ന് അവർ ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത്രയ്ക്ക് ചേഞ്ചാണ് വീട്ടിലുണ്ടായത്. നമ്മുടെ ബാറ്ററി ചാർജ്ഡായി മാറുമ്പോൾ എല്ലാവരും നമ്മളുമായി കണക്റ്റഡായി നിൽക്കാനാണ് ആഗ്രഹിക്കുക. എന്നാൽ നമ്മളുമായി കണക്റ്റഡ് ആവുന്നതിലൂടെ അവരുടെ ബാറ്ററിയും ചാർജ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഡിസ്ചാർജ്ഡായി നിൽക്കുകയാണെങ്കിൽ ആളുകൾ നമ്മളിൽ നിന്നും ഓടിയകലാൻ തുടങ്ങും. അതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ മണിക്കൂർ അവനവന് വേണ്ടി മാറ്റിവെച്ച് സ്വന്തം ബാറ്ററിയെ ചാർജ് ചെയ്യണം.